ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവയ്ക്ക് ഒരു നൈസ് പണി കിട്ടിയ കേസാണിത്. ഇതിനകത്ത് നിലവിൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് എല്ലാം വെള്ളം കയറിപ്പോയ കേസാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു പൈപ്പ് വിട്ടുപോയത്, പൈപ്പ് ഇതുമ്മേ ഉണ്ടായില്ല, ഇതിന്മേൽ ചടി പോയേക്കായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ ചെളി ഇറങ്ങി ഫുള്ള് എല്ലാ ബെയറിങ്ങുകളും പോയി. ബെയറിങ്ങുകളും പോകുമെന്ന് പറഞ്ഞാൽ ഇതുണ്ട്. അതേപോലെ ഫുള്ള് ബെയറിങ്ങുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഗിയർ വീലുകൾക്കും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഇത് വീലും കൂടി മാറ്റി വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരുമെന്നുള്ളത് കൊണ്ട് ഓൾറെഡി കസ്റ്റമർ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതിനകത്തൊക്കെ തേയ്മാനങ്ങളുണ്ട്. ഇത് ഇട്ട് ഓടണ സമയത്ത് നമുക്ക് സൗണ്ട്, മൂളിച്ച് സൗണ്ട് കാര്യങ്ങൾ വരും. പിന്നെ അത് കൂടാണ്ട് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു വീലുണ്ട്. ഈ വീലിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ആ തുരുമ്പുള്ള ഭാഗവും ഓയിൽ സീൽ വർക്ക് ചെയ്ത ഭാഗത്തൊക്കെ ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി അടിച്ചാലും ഈ സൈഡിൽ ഇവിടെയാണ് ഈ വീല് വരാം. അപ്പോൾ ഇവിടെ ഓയിൽ സീൽ കവർ ചെയ്യണ ഓയിൽ സീലാണ് ഈ വന്ന ഭാഗം കേട്ടോ. അപ്പോൾ അത് ആ കവർ ചെയ്യുന്ന ഭാഗത്ത് ചെറിയ സ്റ്റെപ്പ് പോലെ ഉള്ളത് കൊണ്ട് അത് ഓയിൽ ലീക്ക് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ ഓൾറെഡി ഇതൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് എമൗണ്ട് വരും. അപ്പോൾ ഈ ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീലിന് തന്നെ 1300 അടുത്തെങ്ങാണ്ട് എന്തോ റേറ്റ് ഉണ്ട്. കൃത്യമായിട്ട് വില നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 1000-1300 നമുക്ക് റേറ്റ് വരും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ പൈസ എമൗണ്ട് നല്ല രീതിയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഗിയർ വീലുകൾ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. ഗിയർ ബോക്സ് ബെയറിങ്ങുകളൊക്കെ മാറ്റി വണ്ടി ഓടിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കാനാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നമ്മളോട് കിട്ടിയ നിർദ്ദേശം. അപ്പോൾ അതും പ്രകാരം നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓയിൽ ലീക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബൈ ചാൻസ് ആ സൈഡിൽ ഓയിൽ ലീക്ക് വന്നാൽ ടെക്നീഷ്യൻ എന്ന നിലയിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാറ്റേണ്ടതായിട്ടാണ്. അത് ഓയിൽ സീൽ കവറാവാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മളതിൻ്റെ ഓയിൽ സീലിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടാണ് അടിച്ചത്. ഭാഗ്യമുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് വരില്ല. ഓയിൽ ലീക്ക് വരാണ്ട് ഓടിക്കാൻ ഞങ്ങൾ ഓടിക്കോളും. എന്നാലും മൂളിച്ച സൗണ്ട് കാണിക്കും. ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, അഴിക്കുക, ഈ വീല് മാറ്റിക്കളയുക. ഏകദേശം ഒരു 1000-1300 അടുത്താണ് റേറ്റ് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. ഞാനത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം നിലവിൽ നമുക്ക് ഒട്ടുമിക്ക വണ്ടിക്കും പറ്റുന്ന കേസാണ്. ഈ ബാക്ക് സൈഡിൽ ഈ എയർ ഫിൽറ്റർ ബോക്സിനോട് ചേർന്നിട്ടാണ് പൈപ്പ് വരാം. അത് ഒന്നാലെ വിട്ട് കിടന്നാലും പ്രശ്നമാണ്, ഇത് ഊരിപ്പോയി കഴിഞ്ഞാലും പണിയാണ്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളാം. ഇതെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നൊരു വർക്കാണ്. ഏകദേശം ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-2000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. ആ രീതിയിലുള്ള ബെയറിങ്ങുകളെല്ലാം പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള പണി കിട്ടിയേക്കണേ ചുരുങ്ങിയത്. കറക്റ്റ് റേറ്റൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. വീലുകളെല്ലാം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4000 രൂപ 4500 രൂപ മൊത്തത്തിൽ മന്ന പണി കിട്ടുന്ന കേസാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഇനിയും ശ്രദ്ധിക്കുക. ഈ വണ്ടിക്കുള്ള പ്രശ്നം ഈ സൈഡ് ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യത 90%. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ കാണിച്ചു തന്നാണ്. ഇപ്പോൾ അയച്ചപ്പോൾ മൊത്തം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലീൻ ചെയ്തിട്ടും നമുക്ക് ആ പോർഷൻ കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വെള്ളം കയറി എടുത്തു പോയേക്കാണ് കേട്ടോ. അപ്പോൾ സംഭവം കണ്ടിരിക്കുക. അതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഓക്കെ.